പറയുന്നുണ്ട്. പക്ഷെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായ ന്യായീകരണങ്ങൾ കടന്നു വരാറുണ്ട്. ആ ചില കാര്യങ്ങൾ കൂടി ഇൻഷാ അല്ലാഹ് സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. അതിൽപ്പെട്ട ഒന്നാണ് അള്ളാഹിന്റെ ഔലിയാക്കന്മാര് മഹാത്മാക്കളല്ലേ, അവരൊക്കെ റബ്ബിലേക്ക് അടുത്തവരല്ലേ. അപ്പൊ ആ ഔലിയാക്കന്മാരോട് നമ്മൾ വിളിച്ച് പറയുമ്പോ, അവരോട് നമ്മൾ ഇസ്തിഗാസ നടത്തുമ്പോ അത് അള്ളാഹുവിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു പേരിൽ പല ആളുകളും മരിച്ചുപോയ പലരെയും വിളിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു വിശ്വാസം അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടില്ല. അള്ളാഹു തആല ഈ ലോകത്തേക്ക് പറഞ്ഞയച്ച ദീന് പഠിപ്പിക്കാൻ വേണ്ടി വന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അങ്ങനത്തെ വിശ്വാസം പറഞ്ഞു തന്നിട്ടില്ല. ഇസ്ലാമിക വിശ്വാസം എന്ന് പറഞ്ഞാൽ നേരിട്ട് റബ്ബിനോട് പറയാ, റബ്ബിനോട് പ്രാർത്ഥിക്കുക. മരിച്ചുപോയ ഒരാൾ വലിയാകട്ടെ സ്വാലിഹാകട്ടെ ആരും ആകട്ടെ, നമ്മുടെ ആളുകളുടെ ധാരണ എന്താ, സ്വാലിഹീങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാനൊക്കെ ഉള്ള ആളുകളാണ്. അതിൽപ്പെട്ട ആളുകളാണ് മുഹയ്യിദ്ദീൻ ഷെയ്ഖും, അതിൽപ്പെട്ട ആളുകളാണ് റിഫാഉ ഷെയ്ഖും, അങ്ങനെ മരിച്ചുപോയ പല മഹാത്മാക്കളും എന്നാണ് ആളുകളുടെ ധാരണ. ആ ധാരണ നമ്മൾ തിരുത്തണം. അവർ ഔലിയാക്കന്മാരായത് എന്തുകൊണ്ടാ? അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചത് കൊണ്ടാണ്, ആ റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ചത് കൊണ്ടാണ്, ആ റബ്ബിന്റെ മാർഗത്തിൽ പ്രവർത്തിച്ചത് കൊണ്ടാണ്. അവരെ പോലെ നമ്മളും അള്ളാഹുവോട് മാത്രം വിളിച്ച് പ്രാർത്ഥിച്ച് യഥാർത്ഥ മുഅ്മിനുകളായി ജീവിച്ച് നമ്മളും ഔലിയാക്കന്മാരായി മാറാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അതല്ലാതെ അവർ ഔലിയാക്കന്മാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വിളിച്ച് പ്രാർത്ഥിക്കലല്ല. അതേപോലെ മറ്റൊന്നാണ്, ഈ ഔലിയാക്കന്മാർക്ക് കറാമത്തുണ്ട്, അതേപോലെ അമ്പിയാക്കന്മാർക്ക് മുഅ്ജിസത്തുണ്ട്. ആ മുഅ്ജിസത്ത് മുഖേനയും കറാമത്ത് മുഖേനയും നമുക്ക് അവരോട് പ്രാർത്ഥിക്കാം. അവർക്കത് കൊടുത്ത കഴിവാണ്. ഒരു മുഅ്ജിസത്തും കൊടുത്ത കഴിവല്ല, ഒരു കറാമത്തും കൊടുത്ത കഴിവല്ല. അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അവന്റെ അമ്പിയാക്കന്മാരിലൂടെ അവൻ നടപ്പിലാക്കുന്ന കാര്യമാണ് മുഅ്ജിസത്ത്. അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ അവൻ ഉദ്ദേശിക്കുന്ന അവന്റെ ഇഷ്ടദാസന്മാരായ ഔലിയാക്കളിലൂടെ അല്ലാഹു നടപ്പിലാക്കുന്ന കാര്യമാണ് കറാമത്ത്. അതിന് ഔലിയാക്കന്മാരുടെ പ്രവർത്തനത്തിന് യാതൊരു പങ്കുമില്ല, അവരുടെ യാതൊരു കഴിവും അതിലില്ല. വിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കറാമത്താണല്ലോ മറിയം ബീവി ഗർഭം ധരിച്ചത്. അത് അവരുടെ കഴിവല്ല, അത് അള്ളാഹുവിന്റെ മാത്രം കഴിവിലും റബ്ബിന്റെ മാത്രം പരിധിയിലും പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് മറിയം ബീവി ഗർഭം ധരിച്ചപ്പോ ചോദിക്കുകയാണ്, പടച്ചവനെ എനിക്ക് എങ്ങനെ മക്കളുണ്ടാവുക? ഞാൻ വ്യഭിചരിച്ചിട്ടില്ല, ഒരാളും ഞാനുമായി ബന്ധപ്പെട്ടിട്ടില്ല, അതിനാണ് കാര്യകാരണ ബന്ധം എന്ന് പറയാൻ ഉണ്ടായിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഗർഭം ധരിക്കുക? അപ്പൊ അള്ളാഹ് പറയാണ്, കാല കദാലികി ഖാല റബ്ബുകി ഹുവ അലയ്യ ഹയ്യൻ, അത് എന്നെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാണ്. അള്ളാഹ്ക്ക് അങ്ങനെ കാര്യങ്ങളോ കാരണങ്ങളോ കാരണവുമായി ബന്ധപ്പെടലൊന്നും വേണ്ട. അള്ളാഹിന്റെ കാര്യം എത്രയേ ഉള്ളൂ, ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അയ്യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹ് ഒരു കാര്യം ഉദ്ദേശിച്ചാൽ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകും. അതന്നെ മറിയം ബീവിന്റെ കാര്യത്തിലും ഉണ്ടായിട്ടുള്ളൂ. അത് റബ്ബിന്റെ മാത്രം ഇടപെടലാണ്, സൃഷ്ടികളുമായി അവിടെ ബന്ധമില്ല. അള്ളാഹ് ലോകത്ത് വെച്ച സംവിധാനങ്ങളുമായി അതിന് ബന്ധമില്ല. അതിന്റെ പേരാ കറാമത്ത്. അത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണ്. മോചിതത്ത് കാര്യകാരണ ബന്ധത്തിന് അപ്പുറമാണ്. അമ്പിയാക്കന്മാർ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അഹ്സാബ് യുദ്ധവേളയില് വെള്ളമില്ലാഞ്ഞിട്ട് അവിടെ മോചിതത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പാത്രത്തിൽ കൈവച്ചു, വിരലിനിടയിലൂടെ വെള്ളം വന്നു, അതിന് മോചിതത്തായിരുന്നു. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മലമൂത്ര വിസർജനാവശ്യത്തിന് പോയിട്ട് വെള്ളം കിട്ടാഞ്ഞപ്പോ സ്വഹാബിയോട് കല്ല് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. എന്താ റസൂൽ അപ്പ കൈ വെക്കാഞ്ഞത്? തോന്നുമ്പോൾ കൈ വെച്ചാൽ പുറത്തു വരുന്ന വെള്ളമല്ല, അത് അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ നടപ്പിലാക്കുന്ന കാര്യമാണ്. അതിന്റെ പേരാ മോചിതത്ത്. അപ്പൊ മോചിതത്ത് അമ്പിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്, കറാമത്ത് ഔലിയാക്കന്മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്നൊരു നയം ഇസ്ലാമിലില്ല. ഒന്ന്. രണ്ടാമത്തേതോ, ഈ മോചിതത്തും കറാമത്തും അവർക്കാർക്കും അല്ലാഹു തആല കൊടുത്ത കഴിവല്ല, അല്ലാഹു തആല ഉദ്ദേശിക്കുമ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. മനുഷ്യന്റെ ഉദ്ദേശവുമായി അതിന് ബന്ധമില്ല. ഒരു സ്വഹാബി മരിച്ചപ്പോ അദ്ദേഹത്തിന്റെ മയ്യിത്തിനെ വികൃതമാക്കാൻ വേണ്ടി ശത്രുക്കൾ വന്നു. എന്താ ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കടന്നൽ കൂട്ടത്തെ പറഞ്ഞയച്ച് ആ സ്വഹാബിന് ചുറ്റും കടന്നൽ കൂട്ടങ്ങൾ നിറഞ്ഞു. അതൊരു കറാമത്താ? മരിച്ച ശേഷം കറാമത്ത് കാണിച്ചു അല്ല, അത് അദ്ദേഹത്തിന് കഴിവ് അല്ല. അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന ആളുകൾ അവൻ സ്നേഹിക്കുന്നു, ആ സ്നേഹമാണ് കറാമത്ത്. അവർ ചിലപ്പോൾ രക്ഷപ്പെടുത്തും അല്ലാഹു തആല, അതാണ് കറാമത്ത്. 3 ആളുകൾ ഗുഹയിൽ കുടുങ്ങി, അവർ പ്രാർത്ഥിച്ചു, അല്ലാഹു നിന്റെ പ്രീതിയും നിന്റെ തൃപ്തിയും ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ചെയ്തവരാണ് കർമ്മങ്ങൾ, അതുകൊണ്ട് അല്ലാഹ് രക്ഷപ്പെടുത്തണേ.
അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾ കുടുങ്ങിപ്പോയപ്പോൾ അള്ളാഹു താല പാറ ഗുഹാമുഖത്ത് നിന്ന് അകറ്റിക്കളഞ്ഞു. അവർ ആ ഗുഹയിൽ നിന്ന് രക്ഷപ്പെട്ടു. അള്ളാഹു താല പ്രത്യേകമായി ചെയ്ത പ്രവർത്തനമാണ്. അവർ കുറെ തള്ളി നോക്കി, ആ കല്ല് പോന്നിട്ടില്ല. സൃഷ്ടികളുടെ കഴിവിന് അപ്പുറമുള്ള പ്രവർത്തനം അള്ളാഹു താല നീക്കിക്കൊടുത്തു. അത് നീക്കാൻ അള്ളാഹ് ആരെയും പറഞ്ഞയച്ചിട്ടില്ല. അള്ളാഹ് ഉദ്ദേശിച്ചു, കല്ല് നീങ്ങി. അതിന്റെ പേരാ കാര്യകാരണ ബന്ധത്തിന് അപ്പുറമുള്ള പ്രവർത്തനം. അപ്പൊ മുഅ്ജിസത്ത്, കറാമത്ത് അതെല്ലാം അഭൗതികമായ റബ്ബിന്റെ മാത്രം പരിധിയിൽ വരുന്ന പ്രവർത്തനങ്ങളാണ്. ആ മുഅ്ജിസത്ത് അമ്പിയാക്കന്മാർക്കില്ലേ, ആ കറാമത്ത് ഔലിയാക്കന്മാർക്കില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥ, അതാണ് ഇന്ന് സമൂഹത്തിൽ ഉള്ളത്. അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല, അത് മുസ്ലിയാക്കന്മാരെ പഠിപ്പിച്ച ദീനാണ്. ഇസ്ലാം ദീനിലുള്ളതല്ല, സുന്നത്തെ ജമാഅത്തിലുള്ളതുമല്ല. ഒരു സംഭവം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ആൽ ഇമ്രാനിന്റെ ആദ്യ ഭാഗത്ത് കാണാം, സക്കരിയ നബി മറിയം ബീവിയെ വളർത്തുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. സക്കരിയ നബിയാണ് മറിയം ബീവിയെ വളർത്തുന്നത്. മറിയം ബീവി വളരുന്നത് പള്ളിയില. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ് ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. സക്കരിയ നബി പള്ളിയിൽ ചെന്നപ്പോൾ മറിയം ബീവിന്റെ മുമ്പിൽ ഭക്ഷണം, പഴവർഗ്ഗങ്ങള്. ഏതു പഴം? ആ നാട്ടിൽ കിട്ടാത്ത പഴം, ആ സീസണിൽ കിട്ടാത്ത പഴം. ചോദിച്ചു, അന്നാ ലകി ഹാദാ, എവിടുന്നാ മറിയമേ ഇത്? എന്താ മറുപടി? ഹുവ മിൻ ഇൻദില്ലാഹ്, ഇത് അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ളതാണ്. അതിന്റെ പേരാ കറാമത്ത്. ഇത് എന്റെ കഴിവാന്നല്ല, ഇത് എന്റെ കറാമത്തെന്നല്ല. ഹുവ മിൻ ഇൻദില്ലാഹ്, റബ്ബിന്റെ ഭാഗത്ത് നിന്നാണ്. ഇനി ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കും. കറാമത്ത് കണ്ണുകൊണ്ട് നേരിട്ട് കാണുകയാണ് ആര്? സക്കരിയ നബി. ആ സീസണിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങൾ പള്ളിയിൽ മറിയം ബീവിന്റെ മുമ്പിൽ. സക്കരിയ നബി അവിടെ ആലോചിച്ചു പോയി. എന്താണ്? എന്റെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്, മക്കളില്ല. എന്റെ ഭാര്യയുടെ സീസൺ കഴിഞ്ഞിട്ടുണ്ട്, പ്രസവിക്കാൻ മാത്രം ശേഷിയുള്ളവളല്ല. പക്ഷേ സീസണിൽ ലഭിക്കാത്ത പഴം ആ മറിയമിന്റെ മുമ്പിലേക്ക് എത്തിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവനാണ് എന്റെ റബ്ബ് എങ്കിൽ, എന്റെയും എന്റെ ഭാര്യയുടെയും സീസൺ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ റബ്ബിന് എനിക്ക് മക്കളെ തരാൻ കഴിവുള്ളവനാണെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ആശയം അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വന്നപ്പോ ഈ ആയത്ത് പറഞ്ഞ ശേഷം അടുത്ത ആയത്ത് എന്താ? ഹുനാലിക ദഅ സക്കരിയ റബ്ബ. അവിടെ നിന്നിട്ട് സക്കരിയ നബി റബ്ബിനോട് പ്രാർത്ഥിച്ചു, റബ്ബി ഹബിലി, റബ്ബെ എനിക്ക് നൽകണേ ദുരിയതൻ ത്വയ്യിബ, നല്ല സന്താനങ്ങളെ. അതാ ദീന്. കറാമത്തില്ല എന്നല്ല, കറാമത്തുണ്ട്. കറാമത്ത് കണ്ടപ്പോൾ കറാമത്ത് കൊടുത്തവനാരോ, കറാമത്ത് പ്രവർത്തിച്ചവനാരോ അവനോട് ചോദിച്ചു. അതാണ് മുജാഹിദുകൾ പറയുന്നത്, അതാണ് ഇസ്ലാം, അതാ സ്വർഗത്തിലേക്കുള്ള വഴി. സമസ്തക്കാര് പഠിപ്പിക്കുന്നതോ മുസ്ലിയാക്കന്മാര് പഠിപ്പിക്കുന്നതോ കറാമത്ത് എവിടെ കണ്ടോ അവിടെ ചോദിക്കുക. അത് നബിമാരെ മാർഗമല്ല. ഇന്നിപ്പോ മറിയം ബീവിന്റെ മുമ്പിൽ ആ ഭക്ഷണം വന്ന പോലെ എന്തെങ്കിലും ഒന്നുകൂടെ സംഭവിച്ചാൽ എന്താ ഉണ്ടാവുക? ഒരു വലിയൊരു ബാനർ വരും, എന്നിട്ട് പെട്ടി വരും. ആദ്യം പെട്ടിയാ വരിക, പൈസ പെട്ടി. അങ്ങനെ എന്നിട്ട് അവിടെ കച്ചവടം തുടങ്ങും. എന്നിട്ട് വലിയ തുള്ളാഹി ഇന്ന ആളുകൾ വലിയ പേരും വരും. എന്നിട്ട് ജനങ്ങൾ അതിലേക്ക് ക്ഷണിക്കും. പിന്നെ അവർ മരിച്ചു കഴിഞ്ഞാലോ അവിടെ ഖബർ കെട്ടിപ്പോക്കും. ആരാധനയായി ആ ഖബർ തവാഫായി, അവിടെ നേർച്ചകളായി, വഴിപാടുകളായി, അവിടെ നിലവിളക്കായി, ആ എണ്ണ കുടിക്കലായും അവിടേക്ക് നേർച്ച ചെയ്യലായും, പിന്നെ മക്കളില്ലെങ്കിലോ അവിടെ പോയി പറയലായി. ഇതാ മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. എന്തേ കാരണം? അവരെ നയിക്കുന്ന പുരോഹിതന്മാർ. ഇസ്ലാം പഠിപ്പിച്ച ദീനിൽ അതല്ല. ഇസ്ലാം പഠിപ്പിച്ച ദീനിൽ ഔലിയാക്കന്മാരുണ്ട്, കറാമത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. അതേപോലെ സഹോദരന്മാരെ, മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഖബർ എന്ന് പറയുന്നത്. ഇന്ന് പലപ്പോഴും പല ആളുകളും മരിച്ചുപോയ ആളുകളുടെ പേരുകളിൽ ഖബറുകൾ കെട്ടിയുണ്ടാക്കി ആ ഖബറിന്റെ പോയി ദുആ ചെയ്യുന്ന, അവിടെ പോയി പ്രാർത്ഥിക്കുന്ന, പാപം പൊറുക്കണേ, ആഫിയത്ത് നൽകണേ, രോഗം മാറ്റണേ, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ തിരിച്ചു കിട്ടാനും, അതേപോലെ ഗൾഫിലേക്ക് പോയ ആൾക്ക് ജോലി ശരിയാകാനും, ജോലി ശരിയായ ആൾക്ക് ശമ്പളം കിട്ടാഞ്ഞിട്ട് ആ പ്രശ്നം പരിഹരിക്കാനും എവിടെയാ പറയുന്നത്? മരിച്ചുപോയ ആളുകളുടെ പേരിലും കെട്ടിയുണ്ടാക്കപ്പെട്ട ജാറങ്ങൾക്ക് മുമ്പിൽ. ഇസ്ലാമിൽ അങ്ങനെ ഒരു ജാറ സംസ്കാരമേ ഇല്ല. അത് ജൂതന്റെ സംസ്കാരമാണ്, അത് നസ്വാറാക്കളുടെ സംസ്കാരമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കാൻ കിടക്കുമ്പോ ചുണ്ടിങ്ങനെ അനക്കുന്നുണ്ട്. എന്താ പറയുന്നത് മനസ്സിലാകുന്നില്ല. ആയിഷ റളിയല്ലാഹു അൻഹ ആ പ്രവാചകന്റെ അവസാനത്തെ ഉപദേശങ്ങൾ കേൾക്കാൻ വേണ്ടി തന്റെ ചെവി പ്രവാചകന്റെ ചുണ്ടിലേക്ക് അടുപ്പിച്ചു. എന്താ പറയുന്നത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസ്വാറ, ജൂതന്മാരിലും നസ്വാറാക്കളിലും അള്ളാഹുവിന്റെ കോപമുണ്ടാകട്ടെ, ശാപമുണ്ടാകട്ടെ. എന്താ കാരണം? ഇത്തഖദു ഖുബൂർ അംബിയാഹി മസാജിദ്, അംബിയാക്കന്മാരുടെ ഖബറുകളെ സുജൂദിന്റെ കേന്ദ്രമാക്കി മാറ്റിയവർ. ആയിഷ റളിയല്ലാഹു പറയാ, യുഹദ്ദിറു മാ സനഉ, അവർ ചെയ്ത പണി ഈ ഉമ്മത്ത് ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രവാചകൻ നൽകിയ ഉപദേശമാകുന്നു അത്. അതുപോലും പാലിക്കാൻ ഇന്ന് മുസ്ലിം സമൂഹത്തിന് കഴിഞ്ഞിട്ടില്ല. സുന്നത്തി ജമാഅത്തിന്റെ ആളുകളാണെന്ന് പറയുന്നവർ
മുസ്ലിം വക്താക്കളാണെന്ന് പറയുന്നവരും ജാറങ്ങൾക്ക് മുമ്പില, ദർഗകൾക്ക് മുമ്പില. എന്നിട്ട് ആ ജൂതന്മാരുടെ സംസ്കാരത്തെ അനുകരിച്ചുകൊണ്ട് ഖബറുകൾക്ക് കെട്ടിപ്പൂക്കിയുണ്ടാക്കി പല ആളുകളുടെ പേരിലും പല ശൈഖന്മാരുടെ പേരിൽ. എന്നാൽ അവിടെ പ്രാർത്ഥനകളും അവിടെ നേർച്ചകള്, അവിടെ മറ്റു പല എല്ലാത്തരം ഇബാദത്തുകളും, എന്തിനേറെ തവാഫ് പോലും ഖബറിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പറയുമ്പോൾ പറയും ഈ മുജാഹിദുകൾ ഖബറിനെ ഔലിയാക്കന്മാരോട് സ്നേഹമില്ല, അവർക്ക് കറാമത്തില്ല, അവർക്ക് ഖബർ സിയാറത്തില്ല, ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് പിന്നെ ആരോപണങ്ങളുമായി വരലാണ്. നമ്മൾ പറയുന്നത് ഖബർ സിയാറത്ത് ഇല്ല എന്നല്ല, ഖബർ സിയാറത്ത് ഉണ്ട്. അതെന്തിനാ? സ്വന്തം നാട്ടിൽ വാപ്പാന്റെ ഖബറില്ലേ, ഉമ്മാന്റെ ഖബറില്ലേ, അയൽവാസിയുടെ ഖബർ, എന്തിനാ നമ്മൾ പോകണം, സന്ദർശിക്കണം, ആ സുന്നത്ത് നമ്മൾ ചെയ്യണം, നമുക്ക് മരണത്തെക്കുറിച്ച് ഓർമ്മയുണ്ടാകാൻ. അല്ലാണ്ട് നമ്മുടെ കാര്യം അവിടെ പോയിട്ട് അവരോട് പറയാനല്ല, നമ്മുടെ കാര്യങ്ങൾ അള്ളാഹിനോട് പറയാൻ, റബ്ബിനോട് പ്രാർത്ഥിക്കാൻ, ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമുക്ക് മരണചിന്തയുണ്ടാകാൻ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. എന്തിനാ? ഫഇന്നഹാ തുദ്മിഉൽ ഉയൂൻ, അത് കണ്ണുകളെ കരയിപ്പിക്കും. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുലീനുൽ ഖുലൂബ്, അത് ഹൃദയങ്ങളെ ലോലമാക്കും. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ മൗത്ത്, അത് മരണചിന്തയുണ്ടാക്കും. സൂറുൽ ഖുബൂർ, നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കണം. ഫഇന്നഹാ തുദക്കിറുകുമുൽ ആഖിറ, അത് പരലോക ചിന്ത ഉണ്ടാക്കും. 4 ലക്ഷ്യങ്ങളാണ് ഇസ്ലാം പറഞ്ഞത്. കണ്ണ് കരയണം, ഹൃദയം ലോലമാകണം, മരണചിന്തയുണ്ടാകണം, പരലോക ചിന്തയുണ്ടാകണം. അതിനാണോ നമ്മുടെ നാട്ടിലെ പിന്നെ പലരുടെയും പേരിൽ ഉണ്ടാക്കപ്പെട്ട ജാറങ്ങളും ദർഗകളൊക്കെ? അപ്പൊ ഇത് നോക്കി നിങ്ങളിത് ഏറുവാട് ചരിത്രം എന്ന് പറയുന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിൽ ഒരുപാട് ഖബറുകൾ പരിചയപ്പെടുത്തുന്നുണ്ട്, പ്രത്യേകിച്ചും ഏറുവാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഏർവാടിയിലുള്ള ഇബ്രാഹിം ബാദുഷയുമായി ബന്ധപ്പെട്ട ഖബറും അതിന് ചുറ്റുമുള്ള പല ഖബറുകളും പരിചയപ്പെടുത്തുകയാണ്. എന്തിനാ? അങ്ങോട്ട് സിയാറത്ത് പാക്കേജുകൾ മുസ്ലിയാക്കന്മാർ കൊണ്ടുപോകുക, ആണും പെണ്ണും ഒന്നിച്ച് ബസ്സുകളിൽ. ഫാമിലി ആണെങ്കിൽ പ്രത്യേക ഇളവുകളൊക്കെ ഉണ്ട് എന്നാ ഉംറക്ക് പോകുമ്പോൾ പരസ്യം കൊടുക്കല്. ഈ അജ്മീർക്കും നാഗൂറിലേക്കും അതുപോലെ ഭീമാപള്ളിയിലേക്കും മുത്തുപ്പേട്ടയിലേക്കും അതേപോലെ ഏർവാടിയിലേക്കും പല സ്ഥലങ്ങളിലേക്കും അള്ളാഹുവിലേക്ക് കൊണ്ടുപോകാൻ മാത്രം മുസ്ലിയാക്കന്മാരില്ല. അള്ളാഹുവിൽ നിന്ന് അകറ്റി ലോകത്ത് എവിടൊക്കെ ജാറങ്ങളുണ്ടോ, എവിടൊക്കെ ദർഗകളുണ്ടോ അവിടെ കൊണ്ടുപോകുക. ഇതിന് എന്തിനാ കൊണ്ടുപോകുന്നത്? കേട്ടോളൂ, അതിന്റെ ലക്ഷ്യം അവർ തന്നെ പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ പറയാണ്, മനസ്സിൽ പലവിധ ഉദ്ദേശങ്ങളുമായി ഏറുവാടിയിൽ വന്ന് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും തങ്ങുന്നവരുണ്ട്. ഭ്രാന്ത്, അപസ്മാരം, ക്ഷയം, ക്യാൻസർ തുടങ്ങി എല്ലാ രോഗങ്ങൾക്കും പ്രതിവിധി തേടി ആളുകൾ ദർഗയിലെത്തുന്നു. ഉണ്ടോ? ഭ്രാന്തുള്ളവർ അങ്ങോട്ട് പോണെന്നാ ഏറുവാടിക്ക്. ക്യാൻസർ ഉള്ളവൻ, ക്ഷയരോഗമുള്ളവൻ, രോഗം മാറാൻ അങ്ങോട്ട് പോകണം. ഇബ്രാഹിം നബിന്റെ മില്ലത്ത് പിൻപറ്റാൻ അല്ലാഹു പറഞ്ഞില്ലേ, വത്തബിഉ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിന്റെ മില്ലത്ത് നിങ്ങൾ പിൻപറ്റണം. എന്താ ഇബ്രാഹിം നബിന്റെ മില്ലത്ത്? ആ ഇബ്രാഹിം നബി അള്ളാഹിനെ പഠിപ്പിച്ചു. ആരാ? അല്ലാഹ്. വൈദാ മരീലതു ഫഹുവ യശ്ഫീൻ, ഞാൻ രോഗിയായാൽ എനിക്ക് ശിഫ നൽകുന്ന അവനാ അല്ലാഹു തആല. എന്താ പ്രവാചകൻ പഠിപ്പിച്ചത്? നീ പ്രാർത്ഥിച്ചോ, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബിൽ ബഅസാം ഇശ്ഫി അംദ ഷാഫി ലാ ശിഫാ ഇല്ലാ ശിഫാഉക ശിഫാ ലാ യുഗാദിറു സഖമാ. ഒട്ടനവധി ദുആകൾ ഹദീസിൽ കാണുവാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് ഇബ്രാഹിം നബി അടുപ്പിച്ചു, അള്ളാഹുവിലേക്ക് മുഹമ്മദ് നബിയും ജനങ്ങൾ അടുപ്പിച്ചു. മുസ്ലിയാക്കന്മാർ ദർഗകളിലേക്ക് അടുപ്പിക്കുന്നു, ജൂതന്മാരുടെ സംസ്കാരത്തിലേക്ക്. അതൊരിക്കലും സ്വർഗത്തിന്റെ മാർഗമല്ല. എന്നിട്ട് ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് പറയാണ്, ഒരുപാട് കാര്യങ്ങളുടെ മുഴുവൻ വായിക്കുന്നില്ല, ഏത് രോഗവും മാറ്റുന്ന ആശുപത്രി, ഏതു കേസും തീർക്കുന്ന കോടതി, അതാണ് ഏറുവാടി. പിശാചുബാധ കൊണ്ടോ മറ്റോ ഉണ്ടാകുന്ന രോഗങ്ങൾ, മാറാവ്യാധികൾ, ഭ്രാന്ത് തുടങ്ങിയ ഏതും ഏറുവാടി ദർഗാ ഷരീഫിൽ വെച്ചും സുഖപ്പെട്ടു മടങ്ങുന്നു. അപ്പോ അസുഖമുള്ള ആളുകൾ അങ്ങോട്ട് കൊണ്ടുപോവുക, എന്നാൽ അവന്റെ പണം പിഴിയുക, പോകാനൊരു ചെലവ് വേറെ. പിന്നെ അവിടെ പോയിട്ട് അവിടെയുള്ള ഖബറുകളുടെ പെട്ടിയിൽ പൈസ ഇടുക. 4 പുറ ഒരുപാട് ഖബറുകൾ വേറെ ഉണ്ടാവും, അവിടൊക്കെ പോകും, അവരോടൊക്കെ പ്രാർത്ഥിക്കുക, ജാറം മൂടുക. മനുഷ്യന്റെ വിശ്വാസം നശിച്ചുപോയി. അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച ശരിയായ ആദർശം എന്തോ ആ ആദർശത്തിൽ നിന്നും ഓരോ കാലഘട്ടത്തിലും ആ മത സമൂഹത്തെ കയ്യിലെടുത്ത പുരോഹിതന്മാർ വ്യതിചലിപ്പിച്ചിട്ടുണ്ട്. ആ പണിയാണ് ഇന്നും ഈ നാട്ടിലെയും മറുനാട്ടിലെയുമുള്ള മുസ്ലിയാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ അവർ എഴുതി വെച്ച പുസ്തകങ്ങളാ. ഇത് നോക്കൂ നിങ്ങൾ, അജ്മീർ ഖാജ എന്ന് പറഞ്ഞ മറ്റൊരു പുസ്തകം. ഇത് അജ്മീർ ഖാജയെ കുറിച്ചും അവിടുത്തെ ദർഗയെ കുറിച്ചും പറയാണ്. ഈ പുസ്തകത്തില് അജ്മീർ ഷെയ്ഖുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നിടത്ത് ഇതിന്റെ 71-ാമത്തെ പേജിൽ പറയുന്നത് കേട്ടോളും. പല ദർഗകളും ഇപ്പൊ നമ്മളെ പല ഉസ്താദുമാരെ കൊണ്ടുപോകുന്ന പല സ്ഥലങ്ങളുണ്ട്. പല ഖബറിനുള്ളിൽ ഒന്നുമില്ല, പലതിനുള്ളിൽ ഒന്നുമില്ല. അത് അവർക്കും അറിയാം, അതിന് സംഘാടകർക്കും അറിയാം. ഇപ്പൊ നമ്മുടെ നാട്ടില് തിരൂര് ഭാഗത്ത് BP അങ്ങാടിയിൽ യാഹു തങ്ങൾക്ക് 2 ഖബറുണ്ട് എന്നാ. ഒരേ സ്ഥലത്ത് ഒറ്റ മനുഷ്യന് 2 ഖബർ.
അപ്പോ കാരണം ഇത് ഈ മുതൽ മുടക്കില്ലാത്ത വരുമാന മാർഗ്ഗമാണ്. ഇപ്പൊ വൈലത്തൂർ തങ്ങൾ കണ്ടൊരാൾ തങ്ങൾ മരിച്ചു, ഖബറിന് മുമ്പ് പോയി സുജൂദ് ചെയ്തിട്ട് ആളുകൾക്ക് കുഫറിന്റെ മാതൃക കാണിച്ചു കൊടുത്ത തങ്ങളാണത്. വൈലത്തൂർ തങ്ങൾ എവിടെ മറവ് ചെയ്തത്? പൊതു ശ്മശാനത്തിലല്ല, സ്വന്തം വളപ്പില. കാരണം അത് ആജീവനാന്ത വരുമാനാണ്. ഞാൻ കുടുംബം പേടിക്കേണ്ട ആവശ്യമില്ല, നല്ല കിട്ടും. അതിന് കമ്മിറ്റി ഉണ്ടാവും, അവർക്കും കിട്ടും. അതിന് പിന്നാലെ നടക്കുന്ന ആളുകൾ അവർക്കും കിട്ടും. പക്ഷേ ഈ ദുനിയാവിന്റെ കിട്ടലല്ലല്ലോ വലുത്, അതിലൂടെ പരലോകമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. അപ്പോ BP അങ്ങാടിയിൽ 2 ഖബർ ആർക്ക്? യാഹൂദങ്ങൾക്ക്. അപ്പൊ കാരണം ആളുകൾ ഒരു ഖബറുണ്ടാക്കി വേറെ ടീം വേറെ ഖബറുണ്ടാക്കുക. കാരണം ഇത് കിട്ടുന്ന പൈസ കിട്ടാനുള്ള മാർഗ്ഗമാണ്. അപ്പൊ ആളുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ രണ്ടുപേർക്ക് 2 ഖബറുണ്ടാക്കുന്നത്? അത് തങ്ങൾ പിന്നെ യാഹൂദങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിക്കോളും, ഞാൻ അവിടെ വന്ന് കടന്നോളാന്ന് പറഞ്ഞു. ഇതെന്താ പെരിച്ചായോ? അങ്ങനെ തന്നെ തുറന്നു വരുന്ന ഏർപ്പാട്. അങ്ങനെ ഒരാൾക്ക് അപ്പുറത്തും ഇപ്പുറത്തും പോയി കടക്കാൻ കഴിയുക ഇങ്ങോട്ട് എണീറ്റ് പോന്നാ പോലെ ഉള്ളിൽ കൂടെ തുറക്കാൻ നിൽക്കണോ? നമ്മൾ വെറുതെ പറഞ്ഞതല്ല, ഇത് കേട്ടോളി നിങ്ങൾ. ഈ പുസ്തകത്തിന്റെ ഇത് അജ്മീർ ഖാജ, ഇവിടൊക്കെ നമ്മളെ മനുഷ്യന്മാരെ പോകണമുണ്ട്. അതാ അത്ഭുതം. ഇതിന്റെ 71ാമത്തെ പേജിൽ പറയാണ്, ദർഗാ ഷരീഫിന്റെ കിഴക്ക് ഭാഗത്തൊരു ഖബർ കാണാം. ദർഗാ ഷരീഫ് പറഞ്ഞ അജ്മീർ ഖാജന്റെ ദർഗയുടെ കിഴക്ക് ഭാഗത്ത് വേറെ ഖബർ കാണാം. ഇത് ഒരു ഷഹീദിന്റെ ഖബറാണെന്നും അതിലുള്ള ഷഹീദ് മറ്റൊരു സ്ഥലത്തേക്ക് താമസം മാറ്റിയത് കൊണ്ട് ഈ ഖബർ ഇപ്പോൾ ശൂന്യമാണെന്നും പറയപ്പെടുന്നു. ഇപ്പൊ അവിടെ ആളില്ലല്ലോ, താമസം മാറ്റിയിട്ടുണ്ട്. അത് ആരാ എന്നോട് പറഞ്ഞത്? ഖബറിന്ന ആൾ ഇപ്പൊ താൽക്കാലികമായി താമസം മാറ്റിയിട്ടുണ്ട്. അത് കാരണത്താൽ ആ ഖബർ ശൂന്യമാണെന്ന് പറയപ്പെടുന്നു. എന്നിട്ട് പറയാണ്, അദ്ദേഹം സ്ഥലം മാറാൻ പറയപ്പെടുന്ന കാരണം ഇതാണ്. അതും ഇവനക്കറിയാം, എഴുതിയോന്. എന്തുകൊണ്ടാണ് ഉപ്പരോട് എണീറ്റ് പോയത്? അതാ ഞാൻ നേരത്തെ പറഞ്ഞത്. അല്പസ്വല്പം എണീറ്റ് അടക്കാൻ കഴിക്കും, ഇങ്ങോട്ട് പോന്നാ പോലെ. എവിടെയല്ലേ മൂത്താപ്പിയാളാപ്പൊക്കെ ഉള്ളത്? അതിനുള്ളിൽ കൂടെ കുറക്കാൻ നിൽക്കണോ? നിങ്ങൾ എന്താ പറയുന്നത്? അദ്ദേഹം സ്ഥലം മാറാൻ പറയപ്പെടുന്ന കാരണം ഇതാണ്. ഉറൂസ് നടക്കുന്ന അവസരത്തിൽ ഒരു സ്ത്രീയും കുട്ടിയും പ്രസ്തുത ഖബറിനരികെ താമസമുറപ്പിച്ചുവത്രേ. കുട്ടി ഒരിക്കൽ ഖബറിന്മേൽ മൂത്രമൊഴിക്കുകയും ചെയ്തു. ഇത് കാരണമാണത്രേ ആ ഷഹീദ് അവിടെ നിന്നും താമസം മാറ്റിയത്. ഞാൻ അവിടെ കടക്കണില്ല, അവിടെ കുട്ടികൾ മൂത്രമൊഴിക്കാൻ ഞാൻ പോകാന്ന് പറഞ്ഞു എണീറ്റ് പോയി. എന്നിട്ട് അവിടെ പോയിട്ട് ജാറം മൂടുക. ആര്? മനുഷ്യന്മാര്. അവർക്ക് കൊണ്ടാകാൻ മുസ്ലിയാക്കന്മാരും, അവർക്ക് പണം കൊടുക്കാൻ നമ്മളും. ഇതൊന്നും ഇസ്ലാം ദീനല്ല. എന്നിട്ട് ഈ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന പച്ചയായ ശിർക്കിന്റെ ഒരവസ്ഥയിലേക്ക് മുസ്ലിം സമൂഹം എത്തിച്ചേർന്നു. ഇതിലൊക്കെ നമ്മൾ മാറണം. ഖബർ സിയാറത്ത് ഇല്ല എന്നല്ല, ഖബർ സിയാറത്ത് ചെയ്യണം. ഖബർ സിയാറത്തിന് കൊണ്ടുപോകുന്ന ലിസ്റ്റുകളിൽ ഇതാണോ, അവർ കൊണ്ടുപോകുന്ന ഖബർ സന്ദർശിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന സ്ഥലങ്ങളുടെ ലിസ്റ്റാണിത്. ഇതിന്റെ ഹെഡിങ് എന്താ അറിയോ? ഏറുവാട് സിയാറത്ത് യാത്ര. പെരിന്തൽമണ്ണയിൽ നിന്ന് ഒക്ടോബർ 2 വ്യാഴം 4 മണിക്ക് പുറപ്പെട്ട് ഇങ്ങനെ പോയിട്ട് പലയിടത്തും എത്തിച്ചേർന്ന് തിരിച്ചു വരുന്ന നോട്ടീസാണ്. അതില് നോട്ടീസിൽ പോകുന്ന സ്ഥലങ്ങളെ ലിസ്റ്റ് കൊടുക്കുന്നുണ്ട്. 1 പാലക്കാട് മഞ്ഞക്കുളം, 2 തൃശ്ശനാപ്പള്ളി, 3 80 അടിയുള്ള മഖാം. അത് 80 അടിയുള്ള മഖാമാവൂല, പണ്ട് വല്ല കവുങ്ങോ തെങ്ങോ വീണടക്കുണ്ടാവും, അതങ്ങോട്ട് ആക്കിയിട്ടുണ്ടാവും. അത് പൊന്തിക്കലാണല്ലോ. പിന്നെ അല്ലാതെ ഒരു മനുഷ്യന് 80 അടിയുള്ള മഖാം എങ്ങനെ വരിക? പിന്നെ കേട്ടോ അടുത്ത എന്താണെന്നറിയോ? ഖുർആൻ മനപ്പാടമാക്കിയ തത്തമ്മയുടെ മഖാം. അടുത്ത മഖാമത്. ഇങ്ങനെ പലതിനുള്ളിൽ കാക്കും കോയും പൂച്ചും നായും പറ്റൊക്കെ തന്നെയാണ്. പലതിനുള്ളിൽ കാറ്റും കൂടി ഇല്ല. പക്ഷെ നമ്മളെ താലിനുള്ളിൽ എളുപ്പം പോലും കാറ്റില്ലാത്തതുകൊണ്ട് മുസ്ലിയാക്കന്മാരെ പിന്നാലെ പോവുകയും ചെയ്യും. ഇതാണ് മുസ്ലിം സമൂഹത്തിന്റെ അവസ്ഥ. ആലോചിക്കും. ഇതൊന്നും ആരോടുള്ള വൈരാഗ്യം തീർക്കല്ല. ഇസ്ലാം പഠിപ്പിക്കുന്ന അടിസ്ഥാനപരമായ തൗഹീദിന്റെ മേഖലയിൽ നിന്ന് തെറ്റി നരകത്തിലേക്ക് മനുഷ്യൻ ചെന്നെത്തിച്ചേരുന്ന ശിർക്കിന്റെ മേഖലകളിലേക്ക് ആളുകളെ ഇന്ന് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ ഖബറിലേക്ക് വരെ ആരും ഇല്ല എന്ന് സ്വയം ഒന്ന് വിലയിരുത്തി ഹക്കിന്റെ മാർഗത്തിലേക്ക് ചേരുക. അവസാനിപ്പിക്കുകയാണ്. ഒരൊറ്റ കാര്യം കൂടി. ജനങ്ങളിലേക്ക് ശിർക്ക് കടന്നു വരുന്ന മറ്റൊരു മേഖലയാണ് മാലമൗലിദുകൾ. അത് മദ്ഹാണ്, അവരെ സ്നേഹിക്കലാണ്, അവരെ പുകഴ്ത്തലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരുടെ പേരിൽ നമ്മൾ നേർച്ചകളും അവരുടെ പേരിൽ ആണ്ടുകളും ഉറൂസുകളൊക്കെ പല ആളുകളും പലതും നടത്താറുണ്ട്. ഇപ്പൊ ജീലാനി ദിനവും ജീലാനി ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുമ്പോൾ ചൊല്ലുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ഈ കാണുന്ന സാധനം. ഇതൊന്നും ഫോട്ടോസ്റ്റാറ്റ് അല്ല, ഇതൊക്കെ ഒറിജിനൽ സാധനങ്ങളാ. അൽ ഫുയൂലാത്തു റബ്ബാനിയ ഫിൽ മആസിരി വൽ ഔറാദിൽ ഖാദിരിയ. ഖാദിരിയ ത്വരീഖത്തിൽ ചേരുന്ന ആൾ ചൊല്ലേണ്ടുന്ന ദിക്റുകളും വിർദുകളും ദുആകളുമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അൽ ഫുയൂലാത്തു റബ്ബാനിയ ഫിൽ മആസിരി വൽ ഔറാദിൽ ഖാദിരിയ. ഇതിന്റെ പേരാണ് അവർ സ്വന്തം ബെയ്ത്ത്.
അവർ സ്വന്ന ബൈത്തിന്നും ബഹുജ കിതാബിന്നും അങ്ങീനെ തെക്കുമീല തന്നീന്നും കണ്ടോവർ. അത് അവർ സ്വന്ന ബൈത്താണ്. അവർ സ്വന്നിയിട്ടുമില്ല ഒളിഞ്ഞിട്ടുമില്ല. എന്താളുകൾ സുമ്മാ പൊളി പേസുന്നത്. ഇതേ ഒന്നും പറഞ്ഞിട്ടില്ല. ഇതിൽ വെറുതെ കച്ചറ എഴുതിണ്ടാക്കിയതാണ്. ഈ അത്രത്തോളം എന്നറിയോ? ഇതിൽ പറയുന്നുണ്ട് അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ ത്വരീഖതി വമാ ഖുൽതു ഹത്താ ഖീല ലീ ഖുൽ വലാ തഖഫ് ഫഅൻത വലി ഫീ മഖാമിൽ വിലായതി. അനൽ വാഹിദു, ഞാൻ ഏകനാണ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അള്ളാഹു സമദും. സത്യവിശ്വാസികൾ ഓതാൻ വേണ്ടി അള്ളാഹ് പറയുമ്പോ മുസ്ലിയാക്കന്മാർ സമൂഹത്തിന്റെ കയ്യിൽ കൊടുക്കുന്ന സാധന അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി, ഞാൻ വാഹിദാണ്, ഞാൻ ഫർദാണ്. അൽ കബീർ, ഞാൻ വലിയവനാണ്. ബിദാതിഹി, സ്വയം. എന്നിട്ട് പറയാം വേറെ ഇതൊരു നോണ. ആ നുണക്ക് പറഞ്ഞ വേറെ നോണ എന്താണെന്നറിയോ? വമാ ഖുൽതു ഹത്താ ഖീല ലീ ഖുൽ വലാ തഖഫ്. ഇത് ഞാൻ എന്റെ ഇഷ്ടപ്രകാരം പറഞ്ഞതല്ല, എന്നോട് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞതാണ്. ആര് പറയാൻ പറഞ്ഞു? അള്ളാഹ് പറയാൻ പറഞ്ഞിട്ടേ. ഇത് സാധുക്കളെ കൊണ്ട് ഓദിപ്പിക്കുക. ഇനി വല്ലാണ്ട് സാധുക്കൾ എന്ന് പറയാൻ ഞങ്ങൾക്ക് തോന്നുന്നില്ല. കാരണം അത്രത്തോളം ഈ സാധുക്കളെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവർക്കത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഈ പുസ്തകത്തിൽ പറയാണ്, ഇതിനെ കുറെ അങ്ങനെ മുന്നോട്ട് പോയപ്പോ എന്താ പറഞ്ഞറിയോ? നിനക്ക് വല്ല ആവശ്യം നേരിട്ടാൽ, നിങ്ങൾക്ക് ജീവിതത്തിൽ വല്ല പ്രയാസം നേരിട്ടാൽ എന്ത് ചെയ്യണം? 2 റക്അത്ത് നിസ്കരിക്കണം. എന്നിട്ട് അതിൽ സൂറത്തുൽ ഫാത്തിഹയും ഇഖ്ലാസും ഓതണം. ഇഖ്ലാസ് ഓതേണ്ടത് 11 തവണയാണ്. അത് ബിദ്അത്തായി. ഒക്കെ ബിദ്അത്ത് വന്നാൽ ചുരുക്കുണ്ടാവും. ഇസ്ലാം പഠിപ്പിച്ച സുന്നത്തോട് പിന്നാലെ പോയി നോക്കി നിങ്ങൾ ചുരുക്കുണ്ടാവില്ല. ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ച സുന്നത്തുകൾ പാലിച്ചാൽ അതിൽ ചുരുക്കില്ല. പുതിയത് എന്ത് വന്നോ ബിദ്അത്തുകൾ അതിൽ ചുരുക്കുണ്ടാവും. അത് വേറൊരു വിഷയമാണ്, സുദീർഘമായി പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ ഈ ബിദ്അത്ത് കടന്നു വന്നപ്പോ 12 റക്അത്ത് നിസ്കരിക്കണം, 11 തവണ ഇഖ്ലാസ് പാരായണം ചെയ്യണം. എന്നിട്ട് പറയാണ്, നമസ്കാരം കഴിഞ്ഞ ശേഷം നീ എണീറ്റ് നിന്നിട്ട് ഇറാഖിന്റെ ഭാഗത്തേക്ക് ഇലാ ജിഹത്തിൽ ഇറാഖി ഇലാ യമീനിൽ ഖിബ്ല, ഖിബ്ലിന്റെ ഭാഗത്തേക്ക് 11 കാലടി വെക്കണം. വെച്ചടി മുന്നോട്ട്, ഓരോ കാലടി മുന്നോട്ട് ഇങ്ങനെ വെക്കുക. വലത്തു ഭാഗത്തേക്ക് ഓരോ കാലടി വെക്കുമ്പോൾ എന്ത് പറയണം? യാ ശൈഖ് മുഹ്യദ്ദീൻ. ഒന്നാമത്തേല് അള്ളാന്ന് വിളിച്ചോന്നല്ല, വലാ തദൂ മഅല്ലാഹി അഹദാ അല്ലാഹ് പറയുമ്പോ ഇതിന്റെ ഇവിടെ ഷർത്ത് പറയുന്നുണ്ട്. പാതിരക്ക് ചൊല്ലണം എന്നതാ. പാതിര സമയത്ത്. ഏതാ പാതിര സമയം? അള്ളാഹ് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വന്നിട്ട് എന്നോട് ചോദിക്കുന്നവരുണ്ടോ നൽകാം, പ്രാർത്ഥിക്കുന്നവരുണ്ടോ ഉത്തരം ചെയ്യാം, തൗബ ചെയ്യുന്നവരുണ്ടോ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് റബ്ബിലേക്ക് മനുഷ്യനെ അടുക്കാൻ പറ്റുന്ന സമയമാണ്. ശൈത്താന്റെ പണിയത് അകറ്റാൻ വേണ്ടിയിട്ട്. എന്താ പറഞ്ഞത്? പാതിരക്ക് എണീറ്റ് 2 റക്അത്ത് നമസ്കരിച്ചിട്ട് 11 തവണ എന്ത് വിളിക്കണം? നിങ്ങൾ എണ്ണിക്കോളൂ കേട്ടോ, ഞാൻ എണ്ണം പറയുന്നില്ല. ഒന്നാമത്തെ കാലടി മുന്നോട്ട് വെക്കുമ്പോ യാ ശൈഖ് മുഹ്യദ്ദീൻ, 2 യാ സയ്യിദ് മുഹ്യദ്ദീൻ, യാ മൗലാന മുഹ്യദ്ദീൻ, യാ മഖ്ദൂം മുഹ്യദ്ദീൻ, യാ ദർവേശ് മുഹ്യദ്ദീൻ, യാ ഖാജ മുഹ്യദ്ദീൻ, യാ സുൽത്താൻ മുഹ്യദ്ദീൻ, യാ ബാഷ മുഹ്യദ്ദീൻ, യാ ഗൗസ് മുഹ്യദ്ദീൻ, യാ ഖുത്ബ മുഹ്യദ്ദീൻ, യാ സയ്യിദ് സാദാത്ത് അബ്ദുൽ ഖാദിർ മുഹ്യദ്ദീൻ. 11 തവണ മുഹ്യദ്ദീൻ ശൈഖിനെ നട്ടപ്പാതിരക്ക് വിളിക്കാനും. ഇത് ഒരൊറ്റ പേജിലെ സംഗതി ഞാൻ പറഞ്ഞത്. ഇത് ഫുള്ളും അവർ ചൊന്നു എന്ന് പറഞ്ഞ് ഇവർ ചുമ്മാ വെറുതെ ചൊന്നുകൊണ്ടിരിക്കുകയാണത്. അങ്ങനൊന്നും ഇല്ല. അല്ലാഹു തആല എന്നോട് വിളിച്ച് ദുആ ചെയ്തു എന്ന് പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ആ തൗഹീദിലേക്ക് ഈ മുഹ്യദ്ദീൻ ശൈഖ് ക്ഷണിച്ചിട്ട് ആ ശൈഖ് പറഞ്ഞു പോലും നിങ്ങൾ എന്നെ വിളിച്ച് ദുആ ചെയ്തോളൂ എന്ന്. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. ഇത് പുതിയ മുഹ്യദ്ദീൻ മാല. ഈ പുസ്തകത്തിന്റെ അവസാന പേജിൽ ഒരു അധ്യായം കാണാം, ഹാദാ ദുആഉ. അവസാനത്തെ പേജിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ ആളുകളെ കൊണ്ട് മുസ്ലിയാക്കന്മാരെ അവിടുന്ന് കപ്പലിൽ നിന്ന് വന്ന് ചൊല്ലിക്കണ സാധനം അതൊക്കെ. അതുകൊണ്ടാണ് അന്നലെ ബാലുശ്ശേരി പറഞ്ഞത് ഈ നാട് നന്നാകണമെങ്കിൽ ഒറ്റ മുസ്ലിയാക്കന്മാരും കപ്പൽ വഴി ഇങ്ങോട്ട് വരാൻ സമ്മതിക്കരുതെന്ന് പറയാനുള്ള കാരണം അതാണ്. ഇത് വെറുതെ പറഞ്ഞതല്ല. ഇപ്പൊ ഈ അവതരണത്തിന് മനസ്സിലായാലോ? ഈ പുസ്തകത്തിൽ അവസാന ഭാഗത്ത് ഹാദാ ദുആഉ, ഇത് ദുആയാകുന്നു. എന്താ എന്നിട്ട് ആ ദുആ ഒന്ന് കേട്ടോളൂ നിങ്ങൾ. എന്താ ദുആയിൽ പറയുന്നത്? ആരിനെ വിളിക്കണത്? യാ മുഹ്യദ്ദീൻ ഫളുലുല്ലാഹി തആല അജ്ബിയ അത്ഫായിൽ. അല്ലയോ മുഹ്യദ്ദീൻ ശൈഖ്, അത്ഫായിലെ ഉത്തരം തരണേ. ആരാണ് അത്ഫായിൽ? തിഫിൽ എന്ന് പറഞ്ഞ കുട്ടി, അത്ഫാൽ എന്ന് പറഞ്ഞ കുട്ടികൾ. അതിന്റെ കൂടെ ഈല് കൊടുത്ത അത്ഫായിൽ എന്നായി. ഈ ജിബ്രീലി മീക്കായിൽ എന്നൊക്കെ പറയുമ്പോൾ അവസാനം ഈലിന് കൊടുത്ത എന്തോ കാര്യപ്പെട്ട പേരായി എന്നാണ് സാധാരണക്കാർ വിചാരിക്കുന്നത്. പിന്നെ ചൊല്ലിപ്പിക്കുന്നത് മൂല്യന്മാരല്ലേ. അപ്പൊ എന്തോ സ്വർഗത്തിക്കുള്ള മാർഗം എന്നാ കരുതുന്നത്. എന്നിട്ട് ഈ നട്ടപ്പാതിരക്ക് പാവങ്ങൾ ഇന്ന് ചൊല്ലുക യാ തുഫായിൽ, യാ തുഫായിൽ. എന്ത് തുഫായിൽ?
ഇനി കേട്ടോളൂ നിങ്ങൾ. പിന്നെ പറയാണ്, പിന്നെന്താണ്? അസുൽത്താൻ മുഹിയുദ്ദീൻ സൈഫുല്ലാഹി തആല അജ്ബിയ ജംഹായിൽ. ജംഹായിലെ ഉത്തരം തരണേ. ജുഹലായിൽ അല്ല, എന്താ പറയാ? ജംഹായിലെ ഉത്തരം തരണേ. ഖാജ മുഹിയുദ്ദീൻ ഫർമാനുല്ലാഹി തആല അജ്ബിയ ബർമതായിൽ. ബർമതായിലെ ഉത്തരം തരണേ. അൽ വലിയ മുഹിയുദ്ദീൻ അമാനുല്ലാഹി തആല അജ്ബിയ ഖമറായിൽ. ഖമർ പറഞ്ഞ ചന്ദ്രൻ, ഖമറായി എന്ന് പറഞ്ഞ ആരാ? ചന്ദ്രേട്ടനോ? ഖമറായിൽ ഉത്തരം തരണേ. ബാവ മുഹിയുദ്ദീൻ നൂറുല്ലാഹി തആല അജ്ബിയ തർതായിൽ. അൽ ഗൗസ് മുഹിയുദ്ദീൻ ഖുതുബുല്ലാഹി തആല അജ്ബിയ ശംഹായിൽ. അൽ മഖ്ദൂം മുഹിയുദ്ദീൻ ബുർഹാനുല്ലാഹി തആല അജ്ബിയ ബർതായിൽ. ദർവേഷ് മുഹിയുദ്ദീൻ ആയാത്തുല്ലാഹി തആല അജ്ബിയ കസറായിൽ. എന്ത് കസീർ എന്ന് പറഞ്ഞ അറബിയിൽ പദക്കുണ്ട്, ധാരാളം എന്ന അർത്ഥം. കസറായിൽ എന്ന് പറഞ്ഞ ആരാ? ഇത് ആരുടെ പേരാ? ഇതാണ് സുന്നത്യമാത്ത് സ്വർഗത്തുക്കുള്ള കനകക്കട്ടയാണ് ഇതൊക്കെ. ഇത് ചെല്ലാത്ത വഹാബിയാണോ പഴച്ചവനാണ്? വേണമെങ്കിൽ കേൾക്കുന്ന ശബ്ദം കേൾക്കുന്ന നല്ലവരായ മുസ്ലിങ്ങൾ ഉണ്ടെങ്കിൽ സ്വർഗം ആഗ്രഹിക്കുന്നു ചിന്തിച്ചോളി. ഇതൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടോ ഖുസ്റായിൽ കഴിഞ്ഞാൽ പിന്നെ യാ ബാഷ മുഹിയുദ്ദീൻ ഖുവത്തുല്ലാഹി തആല അജ്ബിയ മത്രായിൽ. മത്രായിൽ എന്ന മത്ര പറഞ്ഞ മഴ. എന്നാ ഹജറായിൽ, ഹജറ കല്ല്, ഷജറല്ല, ഷജറായിൽ എന്തും പറയാലോ, കഴിഞ്ഞിട്ടില്ല. അൽ ഫഖീർ മുഹിയുദ്ദീൻ മുശാഹദത്തുല്ലാഹി തആല അജ്ബിയ തൗമായിൽ. മൗലാന മുഹിയുദ്ദീൻ മഹബ്ബത്തുല്ലാഹി തആല അജ്ബിയ ശംസായിൽ. മൈക്കായിൽ, ബോക്സായിൽ, ആംബ്ലിഫാറായിൽ. എന്തൊക്കെ പറയാ? ദീഹിയാണ്, സുന്നത്യമാത്ത്, തൗഹീദാണല്ലോ. ആലോചിക്കും, പഠിക്കും. അല്ലാഹു തആല പറഞ്ഞ ദീനിലൊന്നും ഇതില്ല. ഇതൊക്കെ ഇത് നമ്മൾ ചൊല്ലിയില്ലെങ്കിലോ അവർ വഹാബികളാ, പേച്ചോരാ, ഔലിയാക്കന്മാരെ മഹത്വപ്പെടുത്താത്തവരാ. ഇങ്ങനെ ഒരു മഹത്വപ്പെടുത്തൽ ഇസ്ലാമിലുണ്ടോ? ഇതൊക്കെ മുഹ്യിദ്ദീൻ ശൈഖിനെ വ്യത്യസ്ത പേരുകളായിട്ട് വിളിക്കാന്നൊക്കെ. മത്രായിൽ, ഷംസായിൽ, ഗസറായിൽ, ബർത്തായിൽ, ഒക്കെ ജുഹലായിൽ. ഇതൊന്നും ഇസ്ലാം ദീനല്ല. എന്നിട്ട് നമ്മുടെ നാടുകളിൽ കുറെ ഇതൊന്നുമല്ല, മാലും മൗലിദുകളോ കണ്ടമാനം. ഓമാൻ ശ്രോതാക്കളുടെ പേരിൽ, ബദ്രീങ്ങളുടെ പേരിൽ, മുഹ്യിദ്ദീൻ ശൈഖിന്റെ പേരിൽ, അതിലൊക്കെ എന്താ? ഇവരെ വിളിച്ച് പ്രാർത്ഥിക്കുക, അതിന്റെ പേരിൽ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ അത് ഹറാമിന്റെ ഭക്ഷണമായി മാറി. നമ്മൾ അതുകൊണ്ട് അതിനെ എതിർക്കുന്നത്. ഞാൻ ഒറ്റൊന്ന് മാത്രം പറയും. ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഓമാനൂർ ശുഹദാക്കൾ, ഓമാനൂർ ശുഹദാക്കൾ ഒരു ശുഹദാക്കളായത് എങ്ങനെയെന്ന് പലർക്കും അറിയാം. ഏതൊരു പെണ്ണിന്റെ പിന്നാലെ കൂടിയിട്ട് നാട്ടിൽ നിന്ന് അടി കിട്ടിയിട്ട് അവനാന്റെ തലക്ക് വന്ന് അടി തടുക്കാൻ വയ്യാണ്ട് മരിച്ചുപോയ ആളുകളാണ്. അവരുടെ പേരിലൂടെ മൗലൂദ്. എന്നിട്ടോ അവരോട് പറയാണ്, അയാ ശുഹദാ ഇന്നാ ഖദ് ഖസദ്നാ ഇലൈക്കും ലിൽ ഇഗാസതി സായിലീനാ അഗീഥൂനാ ഇദാ ഇസ്തബ്ദത് അലൈനാ കറൈബു ലൈസ ഫീനാ മൻ യഖീനാ. അല്ലയോ ശുഹദാക്കളെ, ഞങ്ങളിതാ നിങ്ങൾ ലക്ഷ്യം വെച്ച് വന്നിരിക്കുന്നു. എന്തിനാ? ലിൽ ഇഗാസതി, സഹായം ചോദിച്ചിട്ട്, സായിലീൻ, സഹായം ആവശ്യപ്പെട്ടുകൊണ്ട്. അഗീഥൂന, ഞങ്ങളെ സഹായിക്കണേ. കണ്ടോ, ബദ്രീങ്ങൾ ഇറങ്ങും എന്താ പറഞ്ഞത്? ഇത് തസ്തഗീസൂന റബ്ബക്കും, റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയപ്പോ ഇവരോ അഗീസൂന ഇദാ ഇസ്തബ്ദത് അലൈനാ കറൈബു ലൈസ ഫീനാ മൻ യഖീനാ. ഞങ്ങൾക്കൊരു പ്രയാസം ദുരിതം വന്നാൽ ഞങ്ങൾ ആരും സഹായിക്കാനില്ല. അതുകൊണ്ട് ഓമാനൂർ ശുഹദാക്കളെ ഞങ്ങളെ സഹായിക്കണേ. നബി മൗലിദ് എടുത്താലോ, യാ സയ്യിദ സാദാതി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയല്ലേ, ലക്ഷ്യങ്ങൾ നേടിത്തരണേ. എന്നിട്ട് റസൂലിനോട് പറയാ. വാഴ മൗലിദ് എടുത്താലോ, അവരോട് ഇപ്പൊ CM മടവൂര് അവസാന കാലത്ത് നോമ്പും കൂടി ഇല്ലാതെ ജീവിച്ച മനുഷ്യനാ. ഇനി നോമ്പ് പറ്റുമല്ലവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നാലോ, വന്നോന് നോമ്പ് എടുക്കാൻ സമ്മതിക്കൂല, അവന് വെള്ളം കൊടുക്കും, നോമ്പ് കുടിപ്പിക്കുന്ന അത്രക്ക് സുഖമില്ലാത്ത ആളെ. എന്നിട്ടോ ഇപ്പൊ അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക, അവരുടെ പേരിലുണ്ട് മൗലിദ്. ആ മനുഷ്യന്റെ പേരിൽ മൗലിദ് എഴുതി ഉണ്ടാക്കിയിട്ട് അദ്ദേഹത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികള് മൗലൂദിന്റെ കിതാബുകളിൽ കാണാം. എല്ലാവരും നിങ്ങളോട് ദുആ ചെയ്യുന്നു, മടവൂരോരെ ഞങ്ങൾക്ക് ദുആ ഉത്തരം കിട്ടണം. എന്താ വേണ്ടത്? വേണം, പാപമോചനേ, സലാമത്ത്, രക്ഷ വേണം, വൽ ഫളിലു, ഔദാര്യം വേണം. ആരോട്? CM മടവൂരിനോട്. ജീവിച്ചിരിക്കുന്ന കാലത്ത് നേരാമണം ചവിടേക്കാത്ത മനുഷ്യനാ, എന്നിട്ട് മരിച്ചു കഴിഞ്ഞിട്ട് ഇവിടുന്ന് വിളിച്ച് പ്രാർത്ഥിക്കുക. ഇതെല്ലാം അപകടമാണ്, ശിർക്കാണ്. ഈ ശിർക്ക് ചെയ്താൽ നമ്മുടെ പാപങ്ങൾ അല്ലാഹു തആല ഒരിക്കലും പൊറുക്കില്ല. ഈ ശിർക്ക് അല്ലാഹു തആല പൊറുക്കില്ല. നരകം ശാശ്വതമാകും, സ്വർഗം നിഷിദ്ധമാകും.
അതുകൊണ്ട് ഈ അപകടത്തിൽ പെട്ടുപോകാതിരിക്കാൻ ഖുർആനിലൂടെ ഹദീസിലൂടെ അമ്പിയാക്കന്മാരെ പഠിപ്പിച്ച തൗഹീദും ദീനും ശരിയാവണ്ണം തുടർന്നും പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലമ തസ്ലീമൻ കസീറാ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.